മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആദ്യത്തെ വാർത്താ സമ്മേളനം പൂർത്തിയായിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ KSRTC ബസ്സുകളിലെ വനിതകളുടെ സൗജന്യ യാത്ര, വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമത്തിനു വേണ്ടിയുള്ള പ്രത്യേക വകുപ്പ്, അംഗനവാടി, ആയമാർ, പാചകത്തൊഴിലാളികൾ എന്നിവർക്ക് പ്രതിമാസം 1000 രൂപയുടെ വർധനവ്, അതോടൊപ്പം തന്നെ ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയത്തിൽ 3000 രൂപയുടെ വർധനവ് എന്നിങ്ങനെയുള്ള സുപ്രധാനമായ തീരുമാനങ്ങളാണ് ആദ്യ മന്ത്രിസഭായോഗം സ്വീകരിക്കുന്നത്. കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിലുണ്ടായ രക്ഷാപ്രവർത്തനം എന്ന് സർക്കാരും മുഖ്യമന്ത്രിയുമൊക്കെ വിശേഷിപ്പിച്ച പോലീസ് നടപടിയിൽ പുനരന്വേഷണത്തിന് കൂടി സംഘത്തെ നിയോഗിക്കും. ആഭ്യന്തര വകുപ്പ് അത് സംബന്ധിച്ച് തീരുമാനമെടുക്കും എന്നതാണ്. കോടതി ഉത്തരവ് പ്രകാരം അങ്ങനെ പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് 1.5 വർഷക്കാലമായി നടപടിയുണ്ടാകാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ നിലപാടിലേക്ക് സർക്കാർ പോകുന്നത്. ഒപ്പം ആവർത്തിച്ച് പറയുന്ന വാക്കുണ്ട്, ഒന്നും മറക്കില്ല എന്നുകൂടി. ഒരു പക്ഷേ വലിയ തോതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം മർദ്ദനം നേരിട്ട പശ്ചാത്തലത്തിൽ കൂടി അത് സംവിധാനങ്ങളെ മറികടന്നുകൊണ്ടുള്ള ഒരു മർദ്ദനമായിരുന്നു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ, വിലയിരുത്തപ്പെടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് SITയെ ഈ വിഷയത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം, സംസ്ഥാനത്തെ DGPയായി TSF അലി, അഡ്വക്കേറ്റ് ജനറലായി ജയ്ജു ബാബു, അങ്ങനെയുള്ള സുപ്രധാനമായ നിയമനങ്ങളും നടക്കുന്നു. ഇപ്പോൾ VV അരുൺ ആണ്. അരുൺ, പ്രതീക്ഷിച്ചതുപോലെയുള്ള പ്രഖ്യാപനം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മന്ത്രിസഭ എടുക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്നത് സൗജന്യ യാത്ര എന്നതായിരുന്നു. അത് എപ്പോൾ നടപ്പിലാകും? പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധി KSRTC നേരിടുമ്പോൾ ഏതാണ്ട് 90 കോടി രൂപയിലധികം ഒരു മാസം അധിക വരുമാനം കണ്ടെത്തണം സൗജന്യ യാത്രയ്ക്ക് എന്ന് കണക്കുകൾ പറയുമ്പോൾ ആ തീരുമാനം വൈകിപ്പിക്കുന്നില്ല. ആദ്യ ക്യാബിനറ്റിൽ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകുന്നു. ഒപ്പം ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപയുടെ പ്രതിമാസ വർധനവും. എന്തെല്ലാമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? എന്താണ് വിവരങ്ങൾ അരുൺ? അഭിലാഷ്, വാക്ക് പറയുന്നത് പാലിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട രണ്ട് വാഗ്ദാനങ്ങൾ അദ്ദേഹം പ്രഖ്യാപിച്ചത്. ആദ്യ മന്ത്രിസഭാ യോഗം തന്നെ 2 വാഗ്ദാനങ്ങൾ പാലിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ 2 വാഗ്ദാനങ്ങൾ അദ്ദേഹം ഇവിടെ പ്രഖ്യാപിച്ചത്. 2 വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത്. അതിലൊന്ന്, ആദ്യത്തേത് ജൂൺ 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് പറയാമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിന് കുറച്ചുകൂടി വിശദമായ പഠനം വേണം. അതായത് KSRTC സാമ്പത്തിക സ്ഥിതി നോക്കണം. ഏത് യാത്രകളിലാണ്, അന്തർ സംസ്ഥാന യാത്രകൾ വരെയുള്ള സംവിധാനമാണ് KSRTC. അതുകൊണ്ട് തന്നെ അത്തരം യാത്രകൾക്കാണോ അല്ലെങ്കിൽ ഓർഡിനറി ബസ്സുകളിലാണോ, ഒരു ദിവസം എത്ര കിലോമീറ്റർ, അങ്ങനെ പല മാനദണ്ഡങ്ങൾ വേണ്ടിവരും ഇതിന്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ പഠനത്തിന് ശേഷം ജൂൺ 15 മുതൽ ഈ സൗജന്യ യാത്ര എന്നുള്ളതാണ് പ്രഖ്യാപനം. വയോജന വകുപ്പ് രൂപീകരിക്കും. ജപ്പാനാണ് ഇക്കാര്യത്തിൽ ലോകത്തിന് മാതൃക. വയോജനങ്ങളെ പരിരക്ഷിക്കുന്നതിൽ ജപ്പാൻ പ്രത്യേക പ്രാഗൽഭ്യമുള്ള രാജ്യമാണ്, പ്രത്യേക മാതൃകാട്ട് രാജ്യമാണ്. അവിടുത്തെ രീതി പഠിച്ച് സംസ്ഥാനത്തും അത്തരത്തിൽ വയോജന വകുപ്പ് രൂപീകരിക്കാനുള്ള തീരുമാനം ഈ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു. 5 ഗ്യാരണ്ടികളിൽ 2 എണ്ണം ഇന്ന് പ്രഖ്യാപിക്കുന്നു. ആശമാർക്ക് അവരുടെ വേതനം വർദ്ധിപ്പിച്ചു നൽകുമെന്ന് സമരപ്പന്തലിലെത്തി VD സതീശൻ UDF നേതാക്കളും വാക്കു നൽകിയതാണ്. തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന് അതായിരുന്നു. അത് നടപ്പാക്കുന്നു. അത് പൂർണ്ണമായും അവരുടെ ആവശ്യം അതേപടി അംഗീകരിക്കുകയല്ല, മറിച്ച് 3000 രൂപയാണ് അവർക്ക് വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെ അവരുടെ വേതനം 3000 വർദ്ധിക്കുമ്പോൾ അത് 12,000 രൂപ, 9,000 ൽ 12,000 രൂപയായി മാറുന്നു. റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ അവർക്ക് വലിയ ആവശ്യങ്ങളുണ്ടായിരുന്നു. അത് 1 മാസം കൊണ്ട് പഠിച്ച് അത്തരം കാര്യങ്ങൾ വീണ്ടും തീരുമാനിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അംഗനവാടി ജീവനക്കാർ, അതുപോലെ തന്നെ പാചക തൊഴിലാളികൾ എന്നിവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നു. 1000 രൂപ വർദ്ധിപ്പിക്കുന്നു. പാചക തൊഴിലാളികളുടെ വേതനം 1000 രൂപ വർദ്ധിപ്പിക്കുന്നു. പ്രൈമറി സ്കൂൾ ടീച്ചർമാർക്കും ആയമാർക്കും 1000 രൂപ വർദ്ധിപ്പിക്കുന്നു. മറ്റൊന്ന്, രക്ഷാപ്രവർത്തനം എന്ന കുപ്രസിദ്ധി നേടിയ ആലപ്പുഴയിലെ സംഭവം, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിമാരുടെയും ക്യാബിനറ്റിന്റെയും യാത്ര, നവകേരള യാത്രയുടെ ഭാഗമായി ആലപ്പുഴയിൽ ഇപ്പോഴത്തെ ആലപ്പുഴ MLA, നിയുക്ത ആലപ്പുഴ MLA AD തോമസിനടക്കം മർദ്ദനമേറ്റ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ച സംഭവം, അത് പുനരന്വേഷണത്തിന് ആലപ്പുഴ കോടതി ഉത്തരവിട്ടതാണ്. പക്ഷേ ഇതുവരെ അന്വേഷണം ആരംഭിച്ചിട്ടില്ല. അതിൽ പുനരന്വേഷണം നടത്താൻ ആദ്യ മന്ത്രിസഭാ യോഗം തന്നെ തീരുമാനിച്ചിരിക്കുന്നു. നിയമസഭാ സമ്മേളനം മെയ് 21 ആരംഭിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ
മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ആ നിയമസഭാ സമ്മേളനത്തിൽ പ്രോട്ടേം സ്പീക്കറായി MLA-മാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടത് പ്രോട്ടേം സ്പീക്കറാണ്. മുൻ മന്ത്രി, മുൻ CPM നേതാവ് G. സുധാകരൻ പ്രോട്ടേം സ്പീക്കറായി വരും. അദ്ദേഹമാകും MLA-മാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടത്. അഡ്വക്കേറ്റ് ജനറലായി ജെയ്ജു ബാബുവിനെ നിയമിക്കാൻ തീരുമാനിച്ചു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി T. ആസഫ് അലി, അദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും സമാന പദവിയിലിരുന്ന ആളാണ്. അദ്ദേഹത്തിനെ ആ പദവി വീണ്ടും ഏൽപ്പിക്കുന്നു. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി, സംസ്ഥാനത്തെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന വലിയ വിമർശനമാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ ഉന്നയിച്ചത്, ആരോപിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം പുറത്തിറക്കാൻ തീരുമാനിച്ചു. ഉദ്യോഗസ്ഥർ മാത്രമാകില്ല, വിദഗ്ധരായ സാമ്പത്തിക രംഗത്തെ വിദഗ്ധരെ കൂടി ഉൾക്കൊള്ളിച്ചുള്ള സമിതിയായിരിക്കും ധവളപത്രം പുറത്തിറക്കുക. ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിലെ ഒരു പ്രോട്ടോകോളിൽ ഒരു മാറ്റം വരുത്തിയത് ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടത്. തമിഴ്നാട് മാതൃകയിൽ വേണ്ട എന്ന് ലോക്ഭവൻ പറഞ്ഞിട്ടും വിശിഷ്ടാതിഥികളെ കൂടി വേദിയിൽ ഇരുത്തിക്കൊണ്ടുള്ള ഒരു സത്യപ്രതിജ്ഞ, അത് കീഴ്വഴക്കങ്ങൾ എപ്പോഴും മാറ്റാനുള്ളതാണ്, അതെപ്പോഴും അതേപടി പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം കീഴ്വഴക്കങ്ങൾ ഇനി പലതും ലംഘിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സന്ദേശം കൂടി നൽകുകയാണ്. പൂർണ്ണമായും നടപടി ന്യായീകരിക്കുകയാണ് പുതിയ മുഖ്യമന്ത്രി ചെയ്തത്. സെക്രട്ടേറിയറ്റിൽ മാധ്യമ വിലക്കുണ്ട്, മാധ്യമ നിയന്ത്രണമുണ്ട്, അത് പുനഃപരിശോധിക്കാനുള്ള ആലോചന ഉണ്ടാകുമെന്ന ഉറപ്പും അദ്ദേഹം നൽകി. ഏതായാലും വാക്ക് പാലിക്കുക എന്ന വിശ്വാസത്തിന്റെ ഭാഗമാണ്, ആ വാക്കാണ് പ്രധാനം. അത് പറഞ്ഞുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട ഗ്യാരണ്ടി, ഇന്ദിരാ ഗ്യാരണ്ടി, 5 ഗ്യാരണ്ടിയിൽ 2 എണ്ണവും അതിനൊപ്പം തന്നെ ആശമാർക്കുള്ള വേതന വർധനയും പ്രഖ്യാപിക്കുകയാണ്. വളരെ പോസിറ്റീവായ ഒരു തുടക്കം ഈ മന്ത്രിസഭാ യോഗത്തിൽ, ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാക്കാൻ VD സതീശൻ ക്യാബിനറ്റ് കഴിഞ്ഞു എന്ന് വേണം പറയാൻ. തീർച്ചയായും അത്തരത്തിൽ ജനപ്രിയമായ പ്രഖ്യാപനങ്ങളോടുകൂടിയാണ് തുടക്കം. അതേസമയം എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ അടക്കം മറികടക്കുക? സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ പല കോണുകളിൽ നിന്ന് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന തരത്തിലുള്ള ഓഫറുകളാണ് പൊളിറ്റിക്കൽ പാർട്ടികൾ പൊതുവിൽ നൽകുന്നത് എന്ന പല നിരീക്ഷണങ്ങളും ഉയർന്നു വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു അരുൺ, അത്തരം ചോദ്യങ്ങൾക്കൊക്കെ അതിനൊക്കെ പ്ലാനുകൾ ഉണ്ട് എന്നുകൂടിയാണ് പറഞ്ഞു വെച്ചത് അദ്ദേഹം. അതുമാത്രവുമല്ല, ധവളപത്രം ഇറക്കും എന്ന് പറയുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് ഇനിയും കാണേണ്ടതാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ മറ്റൊരു ഫിനാൻസ് പ്ലാൻ അവർ തയ്യാറാക്കുന്നു. അതായത് വരുമാനം കണ്ടെത്താൻ പറ്റുന്ന മറ്റ് സ്രോതസ്സുകളിലേക്ക് ഈ സർക്കാർ പോവുകയും അങ്ങനെ വരുമാനം കണ്ടെത്തി ഇത് നടപ്പിലാക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഫിനാൻസ് മാനേജ്മെന്റിലേക്ക് പോകും ഈ സർക്കാർ എന്ന സൂചനയാണോ അദ്ദേഹം നൽകിയത്? തീർച്ചയായിട്ടും കിഫ്ബിയിൽ സർക്കാരിന് വിശ്വാസ്യതയില്ല. സ്വാഭാവികമായും വികസന പദ്ധതികളുടെ തുടർച്ച ഉണ്ടാകേണ്ടതുണ്ട്. സംസ്ഥാനത്ത് പുതിയ വികസന വഴികൾ തുറക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനുള്ള ധനസമാഹരണം പ്രധാനമാണ്. അത് ഏത് തരത്തിൽ എവിടെ നിന്ന് കണ്ടെത്തുമെന്ന കാര്യമാണ് അറിയേണ്ടത്. അതിൽ ആദ്യ പടിയാണ് സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി പൂച്ചപെറ്റ് കിടക്കുന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയ ആരോപണമാണ്, രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനപ്പുറത്തേക്ക് എന്താണ് സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക അവസ്ഥ, എന്താണ് സംസ്ഥാനത്തെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി എന്ന ചോദ്യമുണ്ട്. അത് കണ്ടുപിടിക്കാനാണ്, അത് വിലയിരുത്താനാണ് ഈ ധവളപത്രം പുറപ്പെടുവിക്കുക. സാമ്പത്തിക രംഗത്തെ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വഴികൾ, അത് ധനാഗമ മാർഗങ്ങളും സമ്പത്ത് ചോരുന്ന വഴികളും നികുതി അടക്കം ചോരുന്ന വഴികളും കണ്ടെത്തേണ്ടതുണ്ട്. ആ ചോർച്ച അടയ്ക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട ധനാഗമ മാർഗമായി പിന്നീട് മാറും. അതൊക്കെ പരിശോധിക്കാനാകും ഒരുപക്ഷെ ഈ ധവളപത്രം പുറത്തിറക്കുന്നത്. അത് കേവലം സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്നത് മാത്രമായിരിക്കില്ല, പകരം ഇത്തരം ബദൽ നിർദ്ദേശങ്ങൾ കൂടി കണ്ടെത്താൻ ഈ വിദഗ്ധ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത്. അതിനുശേഷമാകും സാമ്പത്തിക പരിഷ്കരണ നടപടികൾ, സാമ്പത്തിക പരിഷ്കരണ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുക. എങ്ങനെ സംസ്ഥാനം മുന്നോട്ട് പോകണം, പുതിയ ധനാഗമ മാർഗങ്ങൾ തീർച്ചയായും വേണ്ടതാണ്. കിഫ്ബി പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണോ, അല്ലെങ്കിൽ അതിൽ പരിഷ്കാരം വരുത്താൻ, അതിൽ ഭേദഗതി വരുത്താനാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അതൊക്കെ സ്വാഭാവികമായും ഈ ധവളപത്രം വന്ന ശേഷം ഒരുപക്ഷെ ആ സമിതി അത്തരം കാര്യങ്ങൾ കൂടി പഠിച്ച് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് നൽകിയ ശേഷമാകും അത്തരം പരിഷ്കരണ നടപടികളിലേക്ക് സർക്കാർ കടക്കുക. ജൂൺ 5 സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനും ആലോചനയുണ്ട്. അത് ഗവർണറുടെ ഈ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണർ ശുപാർശ ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ അത് അംഗീകരിച്ച ശേഷമാകും ഈ ബജറ്റ് ഡേറ്റ് പ്രഖ്യാപിക്കുക. ഏതാണ്ട് ജൂൺ 5 എന്ന ഷെഡ്യൂളാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിലും നിയമസഭാ സെക്രട്ടേറിയറ്റ് മുന്നിലും ഉള്ളത്. തീർച്ചയായും നിലവിൽ പ്രോട്ടം സ്പീക്കറായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത് അമ്പലപ്പുഴയിൽ നിന്നുള്ള G. സുധാകരനാണ്. സുധാകരനായിരിക്കും പിണറായി വിജയനടക്കം സത്യവാചകം ചൊല്ലിക്കൊടുക്കുക എന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന്
ഇപ്പോൾ പുനരന്വേഷണം എന്നത്? അത്തരം വിശദാംശങ്ങളിലേക്ക് അരുണിലേക്ക് തിരികെ എത്താം. അതിനു മുമ്പ് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് ഇന്ന് ആദ്യ വാർത്താ സമ്മേളനത്തിൽ, ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.